ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾ രണ്ടും എണീച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഇത് അച്ഛമ്മ രാവിലെ എണീച്ചതും കുളിച്ചത് ഇവിടെ വിളക്കൊക്കെ വെക്കും കേട്ടോ. ഞാൻ എണീച്ച് വേഗം പോയി പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് വേഗം വീട് വൃത്തിയാക്കുകയാണ്. അമ്മ അപ്പോഴത്തേക്കും ഇതേ നീയേനെ പുറത്തേക്ക് ഓടാൻ വേണ്ടി കുറച്ച് നേരം വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏട്ടനുള്ള ചായ ബെഡ് കോഫി കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. കുളി കഴിഞ്ഞ് വേഗം വന്നു കേട്ടോ. ഇന്നെല്ലാം വേഗമാണ് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാശിക്കൊണ്ട് ചോറുണ്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായി. അവിടത്തേക്ക് ഇതേ അനിയത്തി അമ്മയും അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ എൻ്റെ അമ്മ പ്രാർത്ഥിച്ച വഴിപാടാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ നാട്ടിലെ അമ്പലത്തിലാണ് കേട്ടോ. അരയങ്കോട് വെച്ചിട്ടായിരുന്നു ചോറൂണ്. അപ്പം അമ്മ കാശീനെ എടുത്ത് നിൽക്കുകയാണത്. കാശീനെ അവനാണെങ്കിലോ ഫോണിക്ക് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും കൈക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആൾക്ക് ഈ ഫോൺ കാണുമ്പോൾ കണ്ട് ശീലമായിട്ട് അതിന്ന് കണ്ണെടുക്കില്ല. ഞങ്ങൾ അങ്ങനെ ചോറൂണിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അല്ലീനെ മടിയിലിരുത്തി ചോറ് കൊടുക്കണം എന്നാണ് കേട്ടോ അല്ലി പറയണ്ടായിരുന്നത്. അല്ലിക്ക് ചെറുപ്പത്തിൽ ഇത് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാശിക്കുട്ടനെന്ന് ചെയ്യുന്നത് എന്തും അല്ലിക്ക് ചെയ്യണം എന്നൊരു വാശിയാണ്. അവരങ്ങനെ വാഴയിലയിൽ പായസം, പപ്പടം, ചോറ്, ഉപ്പ് അങ്ങനെ എല്ലാം വിളമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അച്ഛൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് കുട്ടിയുടെ വായിൽ ചോറ് വെച്ച് കൊടുക്കും. പിന്നെ ചെവിയിൽ പേര് വിളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ട് അവൻ്റെ വായിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് കൂടാതെ വേറെയും 4-5 അമ്പലത്തിൽ ചോറൂണുണ്ടേ. ആദ്യത്തെ ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു. കാശിക്ക് കൊടുത്തതും അല്ലിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വായിൽ വെച്ച് കൊടുത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മമ്മ കൊടുത്തു. അപ്പോഴത്തേക്കും ഇത് അവിടെ നിന്ന് കിട്ടിയ പായസം പപ്പടമൊക്കെ ഇവിടെ ഒരാൾ കൈക്കലാക്കുന്നുണ്ട്. ബാക്കി വന്നവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കളയണ്ട ചേച്ചി ഞങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് എൻ്റെ അമ്മമ്മയുടെ വീട് വരുന്നത്. അപ്പോൾ നമ്മൾ പോയ സ്ഥിതിക്ക് വേഗം ഒന്ന് അവിടെ മുഖം കാണിച്ചിട്ട് വരാമെന്ന് കരുതി. അമ്പലത്തിൻ്റെ 2 വീട് അപ്പുറത്താണ് കേട്ടോ വീട് വരുന്നത്. ഇത് അമ്മമ്മ കുട്ടീനെ കണ്ടതും കുറച്ച് നേരം എടുത്ത് കളിപ്പിക്കുകയൊക്കെയാണ്. അമ്മമ്മക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു അമ്മമ്മ നിങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോവാടി എന്നൊക്കെ പറയുകയാണേ. അമ്മായി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും കടലക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. കാശി കുറേ കൈ കടിച്ച് മദ്യമായിട്ട് കാലൊക്കെ കടിക്കുകയാണ് കേട്ടോ. ഈ അമ്മ വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നെസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. ഞങ്ങളുടെ കസിൻസൊക്കെ കൂടുമ്പോൾ ഭയങ്കര രസമാണ്. ഞാനത് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ വീടിൻ്റെ പുറകിലായിട്ട് അമ്മച്ചൻ ഓരോന്നൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അരച്ചീനി, പയറ്, വെണ്ടയ്ക്ക എല്ലാം ഉണ്ട്. എല്ലാം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ വേഗം പോയിട്ട് കുറച്ച് 2-3 എടുത്തിട്ടുണ്ട്. കരിമുളക് സുർക്കയിൽ ഇടാണ്ടത് പാകത്തിന് പോയിട്ട് പൊട്ടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ അത് പറിക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ. എന്നിട്ട് വന്നുകൊണ്ട് തന്നെ വേഗം ഇഡ്ഡലിയും കടലക്കറിയും ചായയൊക്കെ കുടിച്ചു. മാമൻ അവിടെ കോഴികളൊക്കെ വളർത്തുന്നുണ്ട്. കാശിക്കൂട്ടിനെ അങ്ങനെ നോക്കി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ അമ്മച്ചൻ്റെ എന്താന്ന് പറയുക എല്ലാ ഐറ്റംസും സൂക്ഷിക്കേണ്ട ഒരു അലമാരയാണ് കേട്ടോ അത്. ഓയിൽമെന്റ്, മുട്ടായി അങ്ങനെ എല്ലാം ഉണ്ടാവും. ഞാൻ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ കേട്ടോ. ഗെയ്സ് ഇതൊക്കെയാണ് എൻ്റെ അമ്മച്ചൻ എന്നൊക്കെ പറയണം. അപ്പോൾ അമ്മച്ചൻ കുട്ടി ആരോടോ അതൊക്കെ പറയണമെന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ പോയാലും ആ ഒരു കുട്ടിയിൽ മുട്ടായി ഉണ്ടാവട്ടെ. ഇനിയും കുട്ടിയായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യണത്. അവിടെ എല്ലാവർക്കും ഓരോന്ന് തരട്ടെ ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇതേ കാശിക്കൂട്ടൻ കരയുക. അപ്പം അമ്മായി പോയിട്ട് കടുകും മുളകൊക്കെ ഒഴിഞ്ഞിടുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കരച്ചിൽ നിന്ന പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? ഇതിൻ്റെ മാമിൻ്റെ ബ്രദർ ദുബായിൽ നിന്ന് വരുമ്പോൾ മേക്കപ്പ് ബോക്സ് കൊണ്ടു കൊടുത്തിട്ടാണ്. ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അല്ലേ. അതേപോലെ ഇവരെ കുട്ടിക്കാലം കളർഫുൾ ആക്കുന്ന ഒരു ഐറ്റം തന്നെയാണല്ലേ മേക്കപ്പ് ബോക്സ്. അപ്പോൾ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ഞാനൊന്ന് തല കാണിക്കാൻ വേണ്ടി വന്ന ആളാണല്ലോ. എല്ലാവരെയും കണ്ടിട്ട് വേഗം ചായയും കുടിച്ചിട്ട് പിന്നെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടി നിൽക്കുകയെന്നല്ല വേഗം ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ കാശിക്കൂട്ടിനെ അച്ഛമ്മേനോട് ഏൽപ്പിച്ചിട്ട് അംഗൻവാടിയിലേക്ക് വന്നിരിക്കാൻ കേട്ടോ. പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ എന്നോ കുടിച്ചതിൻ്റെ ബാക്കി ഒരു ടീലോ അല്ലി എടുത്തിരിക്കുകയാണേ. 10 മിനിറ്റ് എന്നെ കാണാതിരുന്ന സങ്കടമാണ് കേട്ടോ. അംഗൻവാടി പോയി ആ ഗ്യാപ്പിൽ കാശിക്കുള്ളത്. പിന്നെ ചേച്ചി അനിയനും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോഴത്തേക്കും അല്ലിനെ അമ്മ വിളിച്ചിട്ട് മുടി കെട്ടി കൊടുക്കേണ്ട, മുടി കെട്ടിയിട്ട് നടന്നാൽ മതി പറഞ്ഞിട്ട് പുറത്ത് കുട്ടികൾ കൊട്ടുന്നുണ്ട്. അത് കാണാൻ വേണ്ടി ഇപ്പോൾ അല്ലിക്ക് വാശിയായിരുന്നു. ത്തിന്റെ ബാക്കി ഇവിടെയാണ്. ചേച്ചി ബഹളം കേട്ടിട്ടാണ് അവൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ ചെണ്ട കുട്ടിയാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. പിന്നെ കുറച്ച് നേരം എല്ലാവരും ഇരുന്നിട്ട് TV കണ്ടു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.